ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മീനാക്ഷിയുടെ കൈ തട്ടി റൂമിലുള്ള എന്തോ സാധനം താഴെ വീഴുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് സാവിത്രി ആ റൂമിന്റെ വെളിയിലേക്ക് വരുന്നു. സാവിത്രി വാതിൽ തുറന്നു കിടക്കുമ്പോൾ സംശയിക്കുകയാണ്, ഞാൻ പൂട്ടിയില്ലായിരുന്നോ എന്നൊക്കെ ഓർത്തിട്ട്. അതിനുശേഷം അകത്ത് കയറി നോക്കുമ്പോൾ ഒന്നും സംശയം തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അകത്തു നിന്നും സൗണ്ട് കേൾക്കുന്നുണ്ട്. സാവിത്രി അപ്പോൾ മീനാക്ഷിയും നന്ദിനിയും കാണുന്നുണ്ട്. സാവിത്രി എപ്പോൾ വിചാരിക്കുന്നുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് എന്റെ വലയിൽ കുടുങ്ങിയല്ലോ, രണ്ടുപേരെയും ഇതിനകത്ത് പൂട്ടിയിടാമെന്ന് കരുതിയിട്ട് പൂട്ടിയിടുന്നുണ്ട്. റൂം പൂട്ടിയിട്ടത് അറിഞ്ഞിട്ട് നന്ദിനിയും മീനാക്ഷിയും ടെൻഷൻ ആകുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ. ശേഷം സാവിത്രി മാലതിയെ വിളിക്കുകയാണ്. മാലു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. മാലതി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. ഒരു സന്തോഷ വാർത്തയുണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും നീ പോയി നന്ദിനിയെ ഒന്ന് വിളിച്ചിട്ട് വരാൻ പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു. മാലതി നന്ദിനിയെ അന്വേഷിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം കാർത്തിക് ആണെങ്കിൽ സാവിത്രിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സാവിത്രി കാർത്തിക്കിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടും മീനാക്ഷിയോടും ഒരു കാര്യം സംസാരിക്കാനുണ്ട്, മീനാക്ഷിയെ കൂട്ടിയിട്ട് വരാനെന്ന് പറയുന്നു. കാർത്തിക്കും മാലതിയും മീനാക്ഷിയും നന്ദിനിയും അന്വേഷിക്കുന്നുണ്ട്. എങ്ങും കാണുന്നില്ല. രണ്ടുപേരും സാവിത്രിയോട് പറയുന്നുണ്ട് അവരെ കാണുന്നില്ലെന്ന്. ആ സമയത്ത് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മയോടും പറയുന്നു. രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് രണ്ടുപേരും എവിടെയെങ്കിലും പോയി കാണുമെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ സാവിത്രി ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. രാമഭദ്രൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ അസുരന്മാരെ പോലെ ചിരിക്കുന്നതെന്നൊക്കെ. സാവിത്രി കാർത്തിക്കിനോട് ചോദിക്കുന്നുണ്ട്, മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിന് കേസൊക്കെ ഇല്ലെന്ന്. കാർത്തിക് അപ്പോൾ കേസുണ്ടെന്ന് പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, 2 കള്ളികളെ ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചിട്ടുണ്ടെന്ന്. സാവിത്രി പറയുന്നുണ്ട് 2 കള്ളികളെ ഞാൻ തടവിലാക്കിയേക്കുകയാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ഇവൾക്ക് വട്ടാണ്, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. സാവിത്രി അപ്പോൾ താക്കോൽ കാർത്തിക്കിന്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മൂറൽ പെയിന്റിങ്ങിനുള്ള ഉപകരണം വെച്ചിരിക്കുന്ന റൂം പോയി തുറക്ക്, അതിനകത്ത് 2 കള്ളികളെ കാണാമെന്നൊക്കെ പറയുന്നു. കാർത്തിക് റൂം തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ കാർത്തിക് പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അതിനകത്ത് 2 പേരെയും പൂട്ടിയിട്ടതാണ്, ആരാണ് അവരെ രക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. രാമഭദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, ഗുണ്ടകൾ നിന്നെ തല്ലിച്ചതച്ചപ്പോൾ നിന്റെ ബുദ്ധി കൂടെ പോയോ എന്നൊക്കെ ചോദിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് വീടിന്റെ വെളിയിൽ ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് നന്ദിനിയും മീനാക്ഷിയും. 2 പേരും അമ്പലത്തിൽ പോയിട്ട് പ്രസാദവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. മീനാക്ഷി പ്രസാദം കാർത്തിക്കിന് തൊട്ടുകൊടുക്കുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ACPയുടെ ഇന്ന് പക്ക പിറന്നാളാണ്, അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നതെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പറയാതെ അമ്പലത്തിൽ പോയതാണെന്നൊക്കെ പറയുന്നു. സാവിത്രി ആണെങ്കിൽ മാലതിയോട് പറയുന്നുണ്ട്, ആ റൂമിൽ ഞാൻ 2 പേരെയും പൂട്ടിയിട്ടതാണെന്ന്. മാലതി അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. സാവിത്രി അപ്പോൾ ഉറപ്പിച്ചു പറയാണ് അങ്ങനെയല്ലെന്നൊക്കെ. മാലതി സാവിത്രിയെ കളിയാക്കുന്നുണ്ട്, നെല്ലിക്കാത്തളം വെച്ചാൽ എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദിനിയും മീനാക്ഷിയും റൂമിൽ നിന്നും ഇറക്കി വിടാൻ സഹായിച്ചത് രാജലക്ഷ്മി അമ്മയാണ്. രാജലക്ഷ്മി അമ്മയുടെ കയ്യിൽ വീടിന്റെ വേറെ ചാവി ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് തുറന്ന് 2 പേരെയും വെളിയിൽ ഇറക്കുന്നു. അങ്ങനെയാണ് നന്ദിനിയും മീനാക്ഷിയും അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ്. മൈഥിലി ആണെങ്കിൽ മണിയമ്മ ഉണ്ടാക്കുന്ന ഡിസൈൻ നോക്കി നിൽക്കുകയായിരുന്നു. മൈഥിലി പെട്ടെന്ന് കടൽ തീരത്ത് വെച്ച് സ്വന്തം കുഞ്ഞിനെ കണ്ട കാര്യമൊക്കെ ഓർക്കുകയാണ്. മൈഥിലിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നുണ്ട്. അത് കണ്ടിട്ട് മണിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത്, മോള് കരയുകയാണോ എന്നൊക്കെ. മണിയമ്മ മൈഥിലിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞിനെ കുറിച്ചൊന്നും ചിന്തയില്ലേ, നിങ്ങൾക്കും കുഞ്ഞ് വേണ്ട എന്നൊക്കെ ചോദിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.